പക്ഷേ ചേട്ടാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം തുടർച്ചയായി 2 തവണയാണ് നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നത്. ഉത്തർപ്രദേശ് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഈ ക്രമസമാധാന പ്രശ്നമെല്ലാം വളരെ ബാധിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. പക്ഷേ അതിനെ മാറ്റിയെടുക്കാൻ യോഗിക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ നിരന്തരം ഈ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഒരു നിരീക്ഷകരെന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ വിഭാഗം കുറച്ച് പേരുണ്ടല്ലോ, അവരെല്ലാം വലിയ രീതിയിലാണ് വിമർശിക്കുന്നത്. എന്ത് തോന്നുന്നു പ്രശാന്ത് ചേട്ടൻ? യോഗി മോദിക്ക് ശേഷം BJP വിരുദ്ധരുടെ ഒരു ടാർഗറ്റ് ആണല്ലോ യോഗി എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ UP എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയമുള്ള സംസ്ഥാനമാണ്. 2000-ഓളം ജാതി പാർട്ടികൾ തന്നെ ഉണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 1000 പാർട്ടി ജാതി പാർട്ടികളുണ്ട്. ഈ പാർട്ടികൾക്കെല്ലാം 10,000-2000 വോട്ട് വീതം ഓരോ നിയമസഭാ മണ്ഡലത്തിലും സ്വാധീനിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യഘട്ടങ്ങളിൽ തൊട്ട് ഈ ജാതി പ്രൊമോട്ട് ചെയ്ത് നിർത്തുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് വയ്ക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് അതിൻ്റെതായ രീതിയിലൊരു ധ്രുവീകരണം നടത്തിയിട്ടുണ്ട്. ഈ ധ്രുവീകരണം ഗുണ്ടായുസത്തിലേക്കും അല്ലെങ്കിൽ മാഫിയ രൂപത്തിലേക്കും മറ്റ് പല രൂപത്തിലേക്കും വന്ന് പലരുടെയും കയ്യിൽ. ഇതിനകത്ത് അഖിലേഷ് യാദവിൻ്റെ അച്ഛനാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾക്ക് അന്ന് ഈ ഹരിജൻ അല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് പീഡനം നടത്തി പറഞ്ഞത് അത് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്, ഞങ്ങളുടെ ജാതി അവരെ അല്ലെങ്കിൽ എന്ന് പരസ്യമായിട്ട് പറഞ്ഞ മുഖ്യമന്ത്രി. അപ്പം ആ രീതിയിൽ ബലാത്സംഗങ്ങളും കൊള്ളയും കൊള്ളിവയ്പ്പും എല്ലാം ഒരു ദിവസം ആയിരക്കണക്കിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന സമയത്തായാലും മുലായം സിംഗ് ഭരിച്ചിരിക്കുന്ന സമയത്തായാലും BSP, കാരണം ഇവരുടെ എല്ലാം ഗുണ്ടകളാണ്, അല്ലെങ്കിൽ ഈ ഇത് നടത്തുന്നില്ല ഇവരുടെ എല്ലാം ഗുണ്ടകളാണ്. ഇവരുണ്ടാക്കിയെടുക്കുന്ന മാഫിയ ലോകത്തിന്റെ വിഹിതം ഈ രാഷ്ട്രീയക്കാർക്കുണ്ട്. അപ്പൊ യോഗി വന്നതിന് ശേഷം ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് യോഗി ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം അധികാരത്തിൽ അദ്ദേഹം ഇപ്പൊ അതിനെയല്ല വളരെ കാലം കൊണ്ട് MP ആയിട്ടിരിക്കുന്ന ഒരാള്, ഒരു സന്യാസി, അതായത് പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ, നേപ്പാളിൽ പോലും ഉണ്ട് ആ വിഭാഗത്തിന്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഭാഗത്തിന്റെ സന്യാസി വിഭാഗത്തിന്റെ തലവനാണല്ലോ ആണല്ലോ. അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ ഗുരുവിൻ രാഷ്ട്രീയ MP ആയിരുന്നു. പുള്ളിയും അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അതിന്റെ തലപ്പത്ത് വരികയും പിന്നെ പുള്ളി MP ആവുക 26-ാമത്തെ വയസ്സ് തൊട്ട് MP ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം നിരന്തരമായിട്ട് അത് ആരുടെയും സ്വാധീനമില്ലാതെ സ്വന്തമായിട്ട് ഈ ഹിന്ദു യുവവാഹിനി എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ശക്തമാണ്. വളരെ വലിയ കരുത്തുറ്റ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് തീരുമാനിക്കുന്നു. കാരണം 2017 അവിടെ ഈ പറഞ്ഞതുപോലെ BJPക്കകത്തും ഈ തലപ്പത്ത് വരാൻ വേണ്ടിയുള്ള മത്സരമാണ്, വലിയൊരു സംസ്ഥാനമാണ്. പിന്നെ അപ്പം അപ്രതീക്ഷിതമായി യോഗി മത്സരിക്കുന്നില്ല. ആരുടെയും ശ്രദ്ധയിൽ വരാത്ത യോഗിയെ തീരുമാനിക്കുന്നു. RSS ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് ശേഷം അവിടെ വളരെ കൃത്യമായിട്ട് ഒരു ഭരണമാണ് വരുന്നത്. കാരണം ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം. അപ്പം ജനങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങി, സാധാരണക്കാരൻ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ക്രിമിനൽസിന്റെ ഒരു, അതായത് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം, സ്ത്രീ പീഡനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ വയ്യ, സാധാരണക്കാരന് മാന്യമായി ജീവിക്കാൻ വയ്യ. അപ്പം ഇങ്ങനെ ഗുണ്ടകൾക്കെതിരെ പുള്ളി ആക്ഷൻ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ഗുണ്ടകളെയും പിടിച്ചു കഴിയുമ്പോൾ ഇതിന്റെ വേറബോട്ട്സ് നോക്കുമ്പോൾ ഇത് ഏതാണ്ട് നോക്കുമ്പോൾ വളരെ വിചിത്രമാണ്. കാരണം കയ്യേറ്റക്കാര്, മാഫിയ തലവന്മാര്, ഇതിന്റെ എല്ലാം പുറകിൽ MLA വലിയ ഗുണ്ടകളുടെ കരുത്തും അല്ലെങ്കിൽ അവർക്ക് എത്ര ഗ്രാമങ്ങൾ സ്വാധീനിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഗ്രാമങ്ങൾ നിർത്താൻ കഴിയുന്നു. കാരണം വോട്ട് പരിശോധിക്കുമ്പോൾ ഇവർ പറയുന്ന പാർട്ടിക്ക് വോട്ട് പറഞ്ഞാൽ ഗ്രാമീണരെ മൊത്തം പീഡിപ്പിക്കും, അല്ലെ അവരെ മൊത്തം അടിക്കും. അപ്പൊ ആ രീതിയിലേക്ക് ഈ ജനാധിപത്യ സംവിധാനത്തെ പോലും ഗുണ്ടായുസത്തിലൂടെ മാഫിയ പണിയിൽ കൂടി നിയന്ത്രിച്ചു പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് UP മാറിയിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം അതിന് വ്യത്യാസം വരുത്തി. അതായത് ഗുണ്ടാരാജ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഗുണ്ടകളെ പോലീസ് പിടിക്കാൻ തീരുമാനിച്ചു. അതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പോലീസിന് പിടിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാണ്, മനസ്സിലാവുന്നത്. ഇവരെ ഗുണ്ടകളാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. ഇവർ MP MLA മാത്രമല്ല, ഗുണ്ടകളാണ് പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഗുണ്ടകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഗുണ്ടകളാണ് MLA മാരെ കൊല്ലുന്നു, മന്ത്രിമാരെ കൊല്ലുന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ കയറി MLA മാരെ കൊന്ന കേസുകൾ പണ്ടവിടെ ഉണ്ടായിട്ടുണ്ട്, അറിയാവുന്നത്. അത്രയ്ക്ക് വേഗം ഗുണ്ട. അപ്പം തീരുമാനിക്കുന്നു, പോലീസ് പറയുന്നത് ഇവരെ കൊല്ലാൻ പറ്റത്തില്ല, ഇവർ രാഷ്ട്രീയക്കാരാ,
മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി ആ കാര്യം. അപ്പോൾ ഗുണ്ടകളെ പിടിക്കുന്നു, ഗുണ്ടകൾ ഏറ്റുമുട്ടൽ, ഗുണ്ടകൾ വധിക്കപ്പെടുന്നു. അപ്പൊ ആ രീതിയിലേക്കുള്ള ആരോപണം അന്ന് വരുന്നു. അന്ന് ഗുണ്ടകളെ ഏതാണ്ട് 147 ഗുണ്ടകളെ കൊന്നു. 147 ഗുണ്ടകളെ കൊന്നപ്പോൾ അന്ന് മനസ്സിലാവും ഗുണ്ടകൾ ഒരു പ്രത്യേക വിഭാഗത്തിലെ ഗുണ്ടകൾ മാത്രമാണ് മരിക്കുന്നത്. അവസാനം കണക്കെടുത്തപ്പോൾ പ്രത്യേക വിഭാഗമൊന്നുമല്ല, മുസ്ലിങ്ങളാ കുറവ്, ഹിന്ദുക്കളാണ് കൂടുതൽ. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതേ രീതിയിൽ ഒരു ഗുണ്ടകൾക്ക് പോലും മതം കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് ഒരു മതത്തിന്റെയും ജാതിയുടെയും അല്ലെങ്കിൽ ഒക്കെ മുഖം കൊടുത്ത്, അല്ലെങ്കിൽ BJP അങ്ങനെയാണ്, അല്ലെങ്കിൽ BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ അങ്ങനെയാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് ഒരു നെറേറ്റീവ്സ്, അത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി വന്നു, ബുൾഡോസർ രാജ് അവസാനിച്ചിരിക്കുന്നു. ബുൾഡോസർ രാജ് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ബുൾഡോസർ രാജ്, അതായത് യോഗി ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ പിടിക്കുന്നു, ഗുണ്ടകളുടെ വേറെ ബോട്ട്സ് പരിശോധിക്കും. കാരണം വലിയ ക്രിമിനൽസ് അല്ലേ. വേറെ ബോട്ട്സ് പരിശോധിക്കുമ്പോൾ ഇവന്റെ സമ്പത്ത് പരിശോധിക്കുന്നു, ഇവന്റെ ഭൂമി പരിശോധിക്കുന്നു, ഇവൻ താമസിക്കുന്ന പരിശോധിക്കുന്നു, കയ്യേറിയത് പരിശോധിക്കുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണ്. വളരെ കാലമായിട്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സർക്കാരൊക്കെ നോട്ടീസ് കൊടുത്തിണക്കി, ഉദ്യോഗസ്ഥന്മാർ വന്നിണക്കി ഒന്നും പൊളിക്കാൻ പറ്റാത്ത വളരെ സമയം ഇങ്ങനെ കയ്യേറ്റം നിൽക്കുന്ന ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. അത് ഗവൺമെന്റിന്റെ കയ്യേറ്റങ്ങൾ. ഗവൺമെന്റ് ഭാഗമായിട്ടിരിക്കുന്ന സ്ഥലത്ത് കയറി വീട് വെച്ച് താമസിക്കുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ചിട്ട് അതിന്റെ വരുമാനം എടുക്കുക. ആരെങ്കിലും ചെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഒന്നും നടക്കത്തില്ല. സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് പോലും ഗുണ്ടകൾ കയ്യേറി, അത് ഗവൺമെന്റ് ഭാഗത്ത് ഗുണ്ടകൾ കയ്യേറി താമസിക്കുമായിരുന്നു. അതൊന്നും ഒഴിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത് ഒഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ, അത് കൊടുത്തിരിക്കുന്ന സംഘടന ഞാൻ പറഞ്ഞുതരാം. ജമായത്ത് ഉലമ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ഇവർ ഈ കേസ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി നാഷണൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് എതിരെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെയും കയ്യേറ്റം ഇതേ ഉള്ളൂ. ഈ പറയുന്ന അനധികൃതമായിട്ട് താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു 50 മുസ്ലിങ്ങളുടെ വീട് ഒഴിപ്പിക്കുമ്പോഴായിരിക്കും ഒരു ഹിന്ദുവിന്റെ വീട്. അങ്ങനെ പോയിട്ട്, അപ്പം ഇത് അനധികൃതമായിട്ട് വന്നപ്പോൾ അവിടുത്തെ ഇതൊരു മുസ്ലിം സംഘടന അവിടെ അനധികൃതമായിട്ട് ആൾക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. കേസ് കോടതി വന്നപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് കോടതി വന്നതാ. അല്ലെങ്കിൽ അതിനൊരു ഇപ്പോഴും തീർന്നിട്ടില്ല. വിധി പറഞ്ഞു ആരുടെയും ഭൂമിയിൽ നിയമപരമായിട്ട്, ഇപ്പം നമ്മുടെ ഭൂമി, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ വീടും സ്ഥലവും എൻ്റെതാണ്, നിയമപരമായിട്ട് ടാക്സ് കൊടുക്കുന്നതാണ്, നിയമപരമായിട്ടാണ് അവിടെ വീട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൊളിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അനധികൃതമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ, അത് നദി കയ്യേറ്റമായാലും വനം കയ്യേറ്റമായാലും ഓട കയ്യേറ്റമായാലും മുനിസിപ്പൽ കയ്യേറ്റമായാലും സർക്കാർ ഭൂമി കയ്യേറ്റമായാലും കൃത്യമായിട്ട് പൊളിച്ചോളാൻ പറഞ്ഞിരിക്കുന്നിടത്താണ് ആദ്യത്തെ ഈ വിധിക്കകത്ത് ഇത് പറഞ്ഞ് മനസ്സിലായില്ലേ? അനധികൃതമായിട്ടുള്ളത് പൊളിച്ചോളാൻ പറഞ്ഞിരിക്കുന്നിടത്താണ് അനധികൃതമല്ലാത്തത് പൊളിക്കാൻ പാടില്ല. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ യോഗി പൊളിച്ചിരിക്കുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ ശത്രുവായിട്ട് നിൽക്കുന്നവരുടെ ന്യായമായ വീടുകളും ന്യായമായ സംവിധാനങ്ങളും കെട്ടിടങ്ങളുമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമം നടത്തും. ഈ കഴിഞ്ഞ ദിവസം വിധി വീണ്ടും അവസാന വിധിയല്ല, കഴിഞ്ഞ ദിവസം വീണ്ടും പറഞ്ഞു ഉത്തർപ്രദേശ് ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസ്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ജമാഅത്ത് ഉലമ എന്ന സംഘടന അവരുടേതല്ല. എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം ജാതിയാണ്. മുസ്ലിങ്ങളുടെ കൂടുതൽ വീട് മുസ്ലിങ്ങൾ കയ്യേറിയിട്ടുണ്ട്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കയ്യേറി താമസിക്കുന്നത്. മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പം പൊളിക്കുമ്പോൾ അവരുടെ കൂടുതൽ വരുന്നു. അതിനകത്ത് 50 വീട് പൊളിക്കുമ്പോൾ ചിലപ്പോഴും അതിനകത്ത് ഹിന്ദുക്കൾ വരുന്നുണ്ട്, 1-2 വീട്. വീണ്ടും 50 വീട് പൊളിക്കുമ്പോൾ ഇതിപ്പോ കയ്യേറ്റം ചെയ്തിരിക്കുന്നവന്റെ അല്ലേ പൊളിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യോഗി കഴിഞ്ഞ ദിവസം ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ മാതിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യോഗിയെ വധഭീഷണി വരുന്നുണ്ട്. സെക്യൂരിറ്റി കൂട്ടിയേക്കോ, മനസ്സിലായോ? യോഗി മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ യോഗിയെ കൊല്ലും. കരടാണ്. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റിയുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. കാരണം മോദി കഴിഞ്ഞാലും അമിത്ഷാ കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരിലാണ്. വീണ്ടും അദ്ദേഹത്തിന് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇപ്പോഴും ആ കേസ് ഇനി 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുകയായിരുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ജമാഅത്ത്
ജമാഅത്ത് ഉലമ എന്ന് പറയുന്ന സംഘടന കൊടുത്ത കേസ്, UP മുഖ്യമന്ത്രിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേസ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പൊളിച്ചു കളഞ്ഞിട്ടുള്ളതിൽ വെച്ച് ആരും ഒരു കേസും കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കേസിന്റെ വിധി വെച്ചിട്ട് ബുൾഡോസർ രാജയുടെ അല്ലെങ്കിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തേരോട്ടം നിന്നു. ഇനിയും ബുൾഡോസർ രാജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളും അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊന്നുകളയുന്ന രീതിയിലേക്ക്, അതിന് ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് ഭീകര സംഘടനകൾ തക്കം പാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞാനീ പറഞ്ഞത് യോഗി ആദിത്യനാഥിന്റെ അടുത്ത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് അനധികൃതമായിട്ട് ഏത് കയ്യേറ്റമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പൊളിക്കാം, അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. ന്യായമായിട്ടുള്ളത് പൊളിക്കാൻ പറ്റത്തില്ല, ന്യായമായിട്ടുള്ളത് ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. മൂന്നാറിൽ അറിയാമല്ലോ, മൂന്നാറിൽ ഇവിടെ യോഗി ആദിത്യനാഥിനെക്കാട്ടിൽ ഏറ്റവും മുമ്പിൽ ഈ ബുൾഡോസർ ഉപയോഗിച്ചത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദന്റെ പുറകിൽ അന്ന് എന്തും വേണ്ടി ആൾക്കാരുടെ ന്യായമായ ഇതുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ യോഗിയുടെ ഭാഗത്തുമുണ്ട്. ഈ അനധികൃതമായ തെറ്റെന്ന് മാധ്യമങ്ങളാ പറയുന്നത്. യോഗിക്ക് 83% ആൾക്കാരും ഇപ്പോഴും യോഗി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സർവേയിൽ യോഗിയുടെ കൂടെ. മനസ്സിലായില്ലേ? അവിടുത്തെ അതാണ് പ്രശ്നം. അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ, സ്ത്രീകൾ, അതെ 2017 ഇലക്ഷൻ നടന്നിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ വന്നു 2022. ആ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കൂടുതലും സ്ത്രീകളുടെ അതെ, അതായത് സാധാരണക്കാരന്റെ സ്ത്രീകളുടെ വോട്ട്. കാരണം അവർക്ക് സുരക്ഷിതമായിട്ട് പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്, സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പറ്റുന്നു. അവരെ ഉപദ്രവിക്കുന്നവരെ നിർദാക്ഷിണ്യം. ഇപ്പൊ ഈയിടയ്ക്ക് തന്നെ ഒരു കേസ് കണ്ടില്ലേ, ഉപദ്രവിച്ചവനെ ഓടിച്ചിട്ട് പിടിച്ചു, അല്ലെങ്കിൽ പിടിക്കാതെ പോവാങ്കിൽ പോലീസ് എൻകൗണ്ടറിൽ കൂടെ വധിക്കും. അപ്പൊ ഇത് ആൾക്കാർക്ക് താല്പര്യമായി. അപ്പൊ ഇതൊക്കെ നടത്തുന്നത് ചില ഈ മാഫിയകളാണ്, ചില പ്രത്യേക സമുദായക്കാരാണ് ഇതിനകത്ത് കൂടുതൽ. അപ്പൊ അവരുടെ ഒരു ആധിപത്യം, അത് പിടിച്ചെടുക്കൽ, എല്ലാ രീതിയിലും സർവാധിപത്യം നടത്തുന്നതിന് നിയമപരമല്ലാത്ത രീതിയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഏത് രീതിയിലും അത് ശരിയല്ലെന്ന് കാണിച്ച് അതിന് നെറേറ്റീവ്സ് ഉണ്ടാക്കി അതിനെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 12-ാം തീയതി ആർക്കും പരിശോധിക്കാം, സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിനകത്ത് കിടപ്പുണ്ട് എന്താണ് വിധി എന്നുള്ളത്. വിധി പറഞ്ഞിട്ടുള്ളതാണ്, ന്യായമല്ലാത്ത ഒരു കയ്യേറ്റങ്ങളും, നദിയുടെ കയ്യേറ്റമായാലും വനത്തിന്റെ കയ്യേറ്റമായാലും മുനിസിപ്പൽ കയ്യേറ്റമായാലും ഓട കയ്യേറ്റമായാലും റോഡ് കയ്യേറ്റമായാലും പൊളിച്ചു കളഞ്ഞേ മതിയാകൂ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് ന്യായം ആയിട്ടുള്ളത് പൊളിക്കാനും പാടില്ല, ന്യായമല്ല ആയിട്ടുള്ളത് പൊളിക്കാൻ പറ്റത്തില്ല. അതൊരു ഗവൺമെന്റിനും പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരു മുഖ്യമന്ത്രിക്കും പറ്റത്തില്ല, ഒരു പ്രധാനമന്ത്രിക്കും. വേണമെങ്കിൽ നമുക്ക് നോട്ടീസ് എന്നിട്ട് നമുക്ക് അർഹമായ നഷ്ടപരിഹാരം എന്നിട്ട് നമ്മളെ സ്ഥാനം ഒരു വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കാം. അല്ലാതെ പൊളിച്ചു കളയാനൊന്നും വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും നടക്കത്തില്ല. നമുക്ക് കോടതിയും ന്യായങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ന്യായം അല്ലെങ്കിൽ ഒരു റിട്ട് കൊടുക്കുമ്പോൾ കോടതിയുടെ വർത്തമാനത്തിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് വരുമല്ലോ, ഇന്നോരെ ശരിയായിട്ടുള്ളതാണെങ്കിൽ പാടില്ല, ശരിയല്ലാത്തതാണ് ഇങ്ങനെ ചെയ്തു. ഇത് പറഞ്ഞതിനാണ് യോഗി ആദിത്യനാഥ് എൻ്റെ അടുത്ത് പറഞ്ഞു ബുൾഡോസർ ഇനി ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാം, യോഗി ഇനിയും ബുൾഡോസർ ഉരുട്ടും. യോഗി ഇനി അനീതി നടക്കുന്നതിന്റെ പുറത്ത് ബുൾഡോസർ ഉരുക്കാൻ തീരുമാനിച്ചിട്ടുള്ള യോഗി ഇനിയും ഉരുട്ടും. ആ ഉരുട്ടുന്നതിന് സുപ്രീം കോടതിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.